റെയിൽവേയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വന്നുള്ളത്. അതായത് ജൂനിയർ എഞ്ചിനീയർ 2026 നോട്ടിഫിക്കേഷൻ അടുത്ത മാസം 14-ാം തീയതി എന്ത് ചെയ്യാ റിലീസ് ആവുന്നുണ്ടാവും. നിങ്ങൾക്ക് 14-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതായത് അവിടെ ഡ്രാഫ്റ്റ് വേക്കൻസീസ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ വീഡിയോ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം വന്ന ഷോർട്ട് നോട്ടീസ് ആണ്. ഇത് ഇന്റേണലി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നോട്ടീസ് ആണ്. ഇത് ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ എംപ്ലോയ്മെന്റിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എംപ്ലോയ്മെന്റ് ന്യൂസിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഇത് ഇന്റേണലി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അത് 25/7/2026 എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം 14-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. CEN നമ്പർ 4/2026 ആണ്. അപ്പോൾ 14-ാം തീയതി, ഓഗസ്റ്റ് 14-ാം തീയതി തൊട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്താ സെപ്റ്റംബർ മാസം 13-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. JEE DMS CMA ലെവൽ 6 ആണ്. 35,400 ഇനീഷ്യൽ പേ വന്നിട്ടുള്ളത്. എപ്പോഴത്തെയും പോലെ 18 തൊട്ട് 33 വയസ്സ് വരെയുള്ളവർക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 4098 വേക്കൻസീസ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പലരും പറയുന്ന കേട്ടും വേക്കൻസി കുറവാണെന്നുള്ള രീതിയിൽ. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം 2570 വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴെന്താ, അത് 4098 വേക്കൻസീസ് ആയിട്ട് അവിടെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതെന്താ, നല്ല രീതിയിൽ അവിടെ വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ട്. എല്ലാ കൊല്ലവും കൂടുമ്പോഴും എന്താ വേക്കൻസി കുറയുന്നുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇപ്രാവശ്യം എന്താ, അവിടെ വേക്കൻസി അവിടെ കൂടിയിട്ടുണ്ട്. ഇത് പാർട്ടിസിപ്പേറ്റിംഗ് RRBസിന്റെ ലിസ്റ്റ് ആണിത്. അപ്പോ ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ജൂനിയർ എഞ്ചിനീയറിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ BTech ആണല്ലേ. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോ അവിടെ ഓൾറെഡി എന്താ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ ആപ്ലിക്കേഷൻ അവിടെ ഉണ്ട്, ഗ്രേഡ് 1. ഓക്കെ, അപ്പൊ അത് അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എനിവേ, അതേപോലെ സെക്ഷൻ കൺട്രോളർ ഇപ്പം അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടല്ലോ അല്ലെ. സെക്ഷൻ കൺട്രോളർ, ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നതാണ്. അതൊക്കെ നിങ്ങൾ എന്താ കൃത്യമായിട്ട് അവിടെ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ അടുത്ത മാസം 14-ാം തീയതി ഇന്ത്യ വരുന്നുണ്ടാവും. അപ്പോ 12, 13 ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. മോസ്റ്റ് പ്രോബബ്ലി 11 വരുന്നത്. ഓക്കെ, അപ്പൊ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് അവിടെ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.